തെക്കൻ കുരിശുമല തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് കുരിശുമല. ഇതിനെ തെക്കൻ കുരിശുമല എന്നും പറയാറുണ്ട്. വെള്ളറയ്ക്ക് സമീപമുള്ള ഒരു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥാടന കേന്ദ്രം നെയ്യാറ്റിൻകര രൂപതയ്ക്ക് കീഴിലാണ് ഉള്ളത്. നെയ്യാറ്റിൻകരയിൽ നിന്നും 28 കിലോമീറ്ററും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും 58 കിലോമീറ്ററും അകലെയാണ് ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും തീർത്ഥാടനം നടക്കാറുണ്ട്. ഇത്തവണത്തെ തീർത്ഥാടനം നടക്കുന്നത് 67ാമത്തേതാണ്. അത് മാർച്ച് 10 മുതൽ 17 വരെ ആയിരുന്നു. പിന്നെ 28, 29 എന്ന് പറയുന്നത് ദുഃഖവെള്ളിയാണ്. ഈ പോകുന്ന വഴിക്കാണ് കർമ്മല മാതാ തീർത്ഥാടന കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. 1940കളിൽ തന്നെ ഈ കുരിശുമലയുടെ ദിവ്യശക്തി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 3000ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിശുദ്ധ കുരിശ് 1957 മാർച്ച് 27 ഉച്ചയ്ക്ക് 12 മണിക്ക് കർമ്മലാതീത സഭാ മിഷണറിയായിരുന്ന ഫാദർ ജോൺ ബാപ്പിസ്റ്റ OCD സ്ഥാപിച്ചത് മുതലാണ് നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചത്. ഈ ടോപ്പിലിരിക്കുന്ന വിശുദ്ധ കുരിശ് അനേകരുടെ പ്രത്യാശയും ആശ്രയമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വിശ്വാസികൾക്ക് വേണ്ട ഓക്സിജൻ സൗകര്യവും മറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ ട്രെക്കിംഗ് അനുഭവമാണ് ഈ ഒരു കുരിശുമല എന്ന് പറയുന്നത്. ലക്ഷോപലക്ഷം തീർത്ഥാടകർക്ക് സൗഖ്യവും സമാധാനവും സ്നേഹവും ഐശ്വര്യവും ഐക്യവും പകരുന്ന ഒരു കുരിശുമലയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ആദ്യം ഒരു തടി കൊണ്ടുള്ള കുരിശായിരുന്നു ടോപ്പ് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാറ്റി 1980ലാണ് കോൺക്രീറ്റ് കൊണ്ടുള്ള കുരിശ് സ്ഥാപിച്ചത്. ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് കാരണം ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട്. അത് ഈ കാടിൻ്റെയും മലയുടെയും സ്വാഭാവികതയെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. സോ വരുന്ന തീർത്ഥാടകരൊക്കെ ഇത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. കഴിവതും പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളൊന്നും മലമുകളിലോ കാടുകളിലൊന്നും നിക്ഷേപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇഷ്ടംപോലെ വന്യജീവികളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. കുരിശുമല കയറുമ്പോഴത്തേക്കും ഒരു ജീസസിൻ്റെ സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റും. ഇത് ബ്രസീലിലുള്ള ക്രൈസ്റ്റ് ഡിമറിനോട് സാമ്യമുള്ളൊരു സ്റ്റാച്ചു ആണ്. പോകുന്ന വഴി അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു ട്രക്കിംഗ് അനുഭവമായിരിക്കും. കല്ലുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ഒരു അടിപൊളി വഴിയാണിത്. പോകുന്ന വഴിക്ക് ബെല്ല് വെച്ചിട്ടുള്ളൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. പോകുന്ന വഴിക്ക് ദാഹശമനികളൊക്കെ കിട്ടുന്ന കുറേ കടകളൊക്കെ ഉണ്ട്. നെല്ലിക്ക, ജ്യൂസുകൾ, മറ്റ് സ്നാക്സുകളെല്ലാം. അവിടെ പ്രദീപ് എന്ന് പറയുന്നൊരു സഹോദരൻ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ഇടയ്ക്കിടയ്ക്ക് പൈപ്പും മറ്റ് ഫെസിലിറ്റീസൊക്കെ വെച്ചിട്ടുണ്ട്. പോകും വഴി മാതാവിൻ്റെ പല പല രൂപങ്ങളും പലയിടത്തും വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതുപോലുള്ള 14 കുരിശുകളും ഉണ്ടാവും. കുരിശുമല പണ്ട് കൊണ്ടക്കെട്ടി മല എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ തീർത്ഥാടനം തുടങ്ങിയതിന് ശേഷമാണ് കുരിശുമല എന്ന പേര് കിട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് നല്ല ബുദ്ധിമുട്ടേറിയ ദുർഘട പാതകളും നമുക്ക് കാണാൻ പറ്റി. ഇതൊക്കെ അവിടെ വിവിധ ജോലികളിൽ ഏർപ്പെടുന്ന സഹോദരന്മാരാണ്. ഇത് 10ാമത്തെ കുരിശാണ്. ഇതുപോലെ ഈ 4 കുരിശും കൂടെയാണ് ഉള്ളത്.
കുറേ കൂടി മേളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് പേച്ചിപ്പാറ ഡാമിൻ്റെ ഒരു വൃഷ്ടിപ്രദേശം നന്നായിട്ട് കാണാനൊക്കെ പറ്റും. ഇത് 11ാമത്തെ കുരിശാണ് വച്ചിരിക്കുന്നത്. ഓരോ കുരിശും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതൊരു ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. നല്ല ചെരിവുള്ള പാറക്കെട്ടൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് കയറൊക്കെ കെട്ടിയിട്ടുണ്ടാവും, നമുക്ക് പിടിച്ച് കയറാനൊക്കെ ഉള്ള സൗകര്യാർത്ഥം. ഇത് 12ാമത്തെ കുരിശും 13ാമത്തെ കുരിശും. ഇനി ഒരെണ്ണമാണ് ബാക്കിയുള്ളത്, അതാണ് മെയിൻ കുരിശ്. ഹിൽ സ്റ്റേഷൻ്റെ ആ ടോപ്പ് സ്റ്റേഷനിൽ വരുന്ന മെയിൻ കുരിശ്. 3000-ഓളം അടി ഉയരം ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് തളരാൻ സാധ്യതയുണ്ട്. സോ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുക, വെള്ളം കുടിക്കുക, കാരണം ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് ആ ടോപ്പ് സ്റ്റേഷനിലിരിക്കുന്ന മെയിൻ കുരിശ്, 14ാമത്തെ കുരിശ്. വൈകുന്നേരം അവിടെ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത അനുഭൂതിയാണ്, സൂപ്പർ ഫീലാണ്. നല്ല തണുത്ത കാറ്റും എല്ലാം കിട്ടുന്നൊരു അടിപൊളി ഫീൽ. ഇതിന് തൊട്ട് സമീപമുള്ള മലകളിലാണ് കാളിമല എന്ന് പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് കാളിമല ക്ഷേത്രം. യേശുക്രിസ്തു കുരിശുമരണം വരിച്ച ഗോൽഗൊത്ത കുന്ന് സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിലാണ്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ കുരിശുമല വിശ്വാസികൾ കാണുന്നത്. ഇവിടെ എത്തുന്ന എല്ലാ വിശ്വാസികളും മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളും മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. കുരിശുമലയുടെ തൊട്ടടുത്ത് തന്നെ വലിയ കൊക്കയാണ്, കാണുമ്പോൾ തന്നെ നന്നായിട്ട് പേടിയുണ്ടാവും. എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ മല പള്ളിയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. രാത്രിയൊക്കെ മല കയറാനും മല ഇറങ്ങാനും ഒക്കെ ഉള്ള സൗകര്യാർത്ഥം എല്ലായിടത്തും ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 1.5 മുതൽ 2.5-3 മണിക്കൂർ വരെ കയറാനായിട്ട് എടുക്കുന്നുണ്ട്. കുരിശുമല ഇറങ്ങി താഴെ എത്തുമ്പോഴത്തേക്കും, ആ താഴ്വാരത്ത് എത്തുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ടാവും. എല്ലാ ഉത്സവ പറമ്പിലും കാണുന്ന പോലത്തെ സ്ഥിരം കാഴ്ച ഇവിടെ നമുക്ക് കാണാം. താഴ്വാരത്തിലുള്ള ഒരു പള്ളിയാണ് മെയിൻ കുരിശുമല പള്ളി എന്നറിയപ്പെടുന്നത്. കുരിശുമല തീർത്ഥാടനം തുടങ്ങിയ ഫാദർ ബാപ്പിസ്റ്റയുടെ ഒരു പ്രതിമ, ഒരു രൂപമൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. പലഹാരങ്ങളും മറ്റും കിട്ടുന്ന ഇഷ്ടംപോലെ കടകളും നമുക്കവിടെ കാണാൻ പറ്റി. ഇതൊക്കെ കുട്ടികൾക്കും വലിയ ഇഷ്ടമാവും. ഇതാണ് കുരിശുമലയുടെ ചരിത്രവും തീർത്ഥാടനത്തിൻ്റെ വിവരവും. ക്രിസ്തു മതക്കാരെ കൂടാതെ ഇതര മതക്കാരും ഇഷ്ടം പോലെ ഇവിടെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരിടം കൂടിയാണ് കുരിശുമല.